തന്നെ കൊന്നുകളയുമെന്ന് തിട്ടൂരം മുഴക്കിയ ജെസബെലിന്റെ മുമ്പിലൂടെ ഏലിയ പ്രവാചകനെ മരണം കാണിക്കാതെ സ്വർഗ്ഗത്തിലേക്ക് കരയേറ്റിക്കൊണ്ടുപോയ ഇസ്രായേലിന്റെ ദൈവം ഡൊണാൾഡ് ട്രംപിനെ മരണത്തിൽ നിന്ന് അത്ഭുതകരമായി വീണ്ടും രക്ഷിച്ചു. തോൽപ്പിക്കാനാകാത്ത വിധത്തിൽ വിജയമുറപ്പിച്ചവനെ ഏതുവിധേനയും കൊന്നുകളയാൻ തക്കം പാർത്തിരുന്ന വൈരികളുടെ നീണ്ട നിര തന്നെ ട്രംപിന്റെ പിന്നാലെയുണ്ടെന്ന കാര്യം ഇതോടെ കൂടുതൽ സ്ഥിരീകരിക്കപ്പെട്ടെങ്കിലും അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിലും പാർക്കുന്ന തന്റെ ദാസന്മാരെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്ന ദൈവം ട്രംപിനെ വീണ്ടും മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിച്ചത് ആരെയും അമ്പരപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഇതോടെ നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേവലം ചടങ്ങ് മാത്രമായി പര്യവശേഷിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. കാരണം അമേരിക്കൻ ഐക്യനാടുകളുടെ 47ാമത്തെ പ്രസിഡന്റായി രണ്ടാം വട്ടവും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമെന്ന കാര്യം അർത്ഥശങ്കകൾക്ക് ഇടയില്ലാത്ത വിധത്തിലാണ് ഈ സംഭവങ്ങളോടെ ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഫ്ലോറിഡ വെസ്റ്റ് പാം ബീച്ചിലെ ട്രംപ് ഇന്റർനാഷണൽ ഗോൾഫ് ക്ലബിൽ വെച്ചാണ് വീണ്ടും തീർത്തുകളയാൻ ലാക്കാക്കി ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായത്. ക്ലബിൽ ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടയിൽ അദ്ദേഹം നിൽക്കുന്നതിന്റെ ഏകദേശം 500 മീറ്ററോളം അടുത്ത് കുറ്റിക്കാട്ടിലെത്തിയ അക്രമി ട്രംപിനെതിരെ ഒന്നിലധികം തവണ വെടിയുതിർത്തു. അത് കണ്ട സുരക്ഷാസേന അക്രമിയെ തിരിച്ച് വെടിവെച്ചതിനാൽ കയ്യിലിരുന്ന AK-47 തോക്കും ലക്ഷ്യസ്ഥാനം ഉറപ്പിക്കാൻ സഹായിക്കുന്ന സ്കോപ്പും ഗോപ്രോ ക്യാമറയും 2 ബാഗുകളും ബാക്ക്പാക്കും ഉപേക്ഷിച്ച് പ്രതി കുറ്റിക്കാട്ടിൽ നിന്ന് ഓടി കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ അയാളെ പിന്തുടർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ മിനിറ്റുകൾക്കുള്ളിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നോർത്ത് കരോളിന സ്വദേശിയായ റയാൻ വെസ്സി റൌത്ത് എന്നയാളായിരുന്നു ഇത്തവണ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചത്. ട്രംപിന് നേരെയുണ്ടായത് വധശ്രമം തന്നെയായിരുന്നുവെന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്ഥിരീകരിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന്റെ പക്ഷത്തു നിന്ന് അഫ്ഗാൻ സൈനികരെ അവിടേക്ക് അയക്കാൻ വാദിക്കുന്ന ഈ അക്രമി നിരന്തരമായി ട്രംപിനെ വിമർശിക്കുന്ന പോസ്റ്റുകളാണ് പങ്കുവച്ചിട്ടുള്ളത്. യുക്രൈനിലേക്ക് പോകുവാനും രാജ്യത്തിനായി സന്നദ്ധ സേവനം നടത്തി മരണം വരിക്കുവാനും സന്നദ്ധനാണെന്ന് കാട്ടി സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുള്ള അഭിമുഖത്തിലും ഇയാൾ തന്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈനിലേക്ക് പോകാനും അവിടെ സന്നദ്ധ സേവനം നടത്തി മരിക്കാനും തയ്യാറാണെന്ന് ഇയാൾ എക്സിൽ പങ്കുവച്ച മറ്റൊരു പോസ്റ്റിലും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ബുള്ളറ്റ് ചെവിയെ തുളച്ചെങ്കിലും ഇത്തവണ ട്രംപിന് യാതൊരു പരിക്കൊന്നും ഇല്ലെന്നും അദ്ദേഹം പൂർണ്ണമായും സുരക്ഷിതനായിരിക്കുന്നു എന്നുമാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്ലബിൽ ഗോൾഫ് കളിച്ചുകൊണ്ടിരുന്ന ട്രംപിന്റെ കേവലം 500 മീറ്റർ മാത്രം അകലത്തിലെത്തിയ അക്രമി അവിടെ നിന്ന് AK-47 തോക്കുപയോഗിച്ച് ഒന്നിലേറെ തവണ വെടിയുതിർത്തിട്ടും ഒരു ബുള്ളറ്റ് പോലും ട്രംപിന്റെ ഒരു രോമത്തിൽ പോലും കൊള്ളാതെ പോയ അത്യതിശയകരമായ സംഭവം കേട്ട് ഇപ്പോൾ ട്രംപിന്റെ വൈരികളടക്കം സകല മനുഷ്യരും അമ്പരന്ന് ട്രംപിനെ കാത്തുപരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. എന്തുകൊണ്ട് ട്രംപിനെ മാത്രം ഇങ്ങനെ നിരന്തരമായി വേട്ടയാടുന്നു എന്ന് ചിലരെങ്കിലും ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഉറച്ച നിലപാടും ക്രിസ്തുവിൽ ഉറച്ച വിശ്വാസവുമുള്ള ട്രംപ് അധാർമികതകളിൽ നിന്നും അരക്ഷിതാവസ്ഥകളിൽ നിന്നും രാജ്യത്തിന് സുരക്ഷിതത്വം നൽകുമെന്ന ഉറപ്പാണ്. അതിനാലാണ് ട്രംപിനെ ഇല്ലാതാക്കാൻ പൈശാചിക ശക്തികൾ ശ്രമിക്കുന്നതെന്ന് അമേരിക്കക്കാർ വിശ്വസിക്കുന്നു. തന്നെ ആശ്രയിക്കുന്ന തന്റെ ഭക്തരെ ഒരു ദോഷവും തട്ടാതെ പരിപാലിക്കുന്ന ക്രിസ്തുവിനെയാണ് ട്രംപ് ഉയർത്തുന്നത്. ട്രംപ് ഇപ്പോൾ സുരക്ഷിതനായിരിക്കുന്നതും വിജയ ശ്രീലാളിതനാകാൻ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു.